രാഹുൽ മാങ്കൂട്ടത്തിനെ അയോഗ്യനാക്കുമോ എന്ന ചോദ്യമാണ് ഇനിയുള്ളത്. നിയമസഭാ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റി തീരുമാനമെടുത്താൽ രാഹുലിനെതിരെ നടപടിയെടുക്കാം. തുടർച്ചയായി ബലാത്സംഗ കേസുകളിൽ പ്രതിയാക്കപ്പെട്ടതിന്റെ പേരിലാണ് നിയമസഭ അസാധാരണ നടപടിക്ക് ഒരുങ്ങുന്നത്. TV പ്രസാദ് ചേരുകയാണ്. പ്രസാദ്, ഏതായാലും നിയമോപദേശം ലഭിച്ച ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കാൻ പോകുന്നു. പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിയുടെ നിർണായകമായ തീരുമാനം അത് അടുത്ത സഭാ സമ്മേളനത്തിന് മുൻപ് ഉണ്ടാകുമോ? അതാണ് ആകാംക്ഷ, അല്ലേ? അതുതന്നെയാണ് വിനീത. സഭാ സമ്മേളനത്തിന് മുമ്പ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇനിയിപ്പോൾ സഭാ സമ്മേളനത്തിന് ബാക്കിയുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനു മുമ്പ് ഈ നടപടി പൂർത്തിയാകുമോ എന്ന കാര്യത്തിൽ ആർക്കും ഒരു ഉറപ്പില്ല. പക്ഷെ നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് ആലോചിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് നിയമസഭാ സമ്മേളനത്തിന് മുമ്പ് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്വാഭാവികമായും പിന്നെ അതിനെ കൊണ്ട് കാര്യമുണ്ടാകില്ല. പക്ഷേ എന്നിരുന്നാലും ഒരു നടപടി എന്ന നിലയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ചെയ്യാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയമായി അത് സർക്കാരിനും LDFനും ഒരു ഗുണകരമാകും എന്നൊരു വിലയിരുത്തൽ പൊതുവിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ സ്വയം രാജിവെക്കാത്ത സാഹചര്യത്തിൽ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങുമോ എന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ മുന്നിലേക്ക് വന്ന് ഒരു നടപടിയെടുക്കാനാണ് ആലോചിക്കുന്നതെങ്കിൽ ഉറപ്പായും അത് പാസ്സാകാൻ മറ്റ് തടസ്സങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് അയോഗ്യനാക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടിയും എതിരായിരിക്കില്ല എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയതാണ്, നേരത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കിയതാണ്, MLA സ്ഥാനത്ത് നിന്ന് അവരുടെ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസും അതിനെ പിന്തുണയ്ക്കുമെന്നുള്ളതാണ് LDF കരുതുന്നത്. എന്തായാലും അത് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം നിർണായകമാണ്. ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചരിത്രമായി മാറുകയും ചെയ്യും വിനിത.